ഹായ് അസ്സലാമലൈക്കും. ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന എളുപ്പത്തിലുള്ള പീസ് മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഫീഡ്ബാക്ക് തരാൻ വേണം. അപ്പോൾ നമുക്ക് ഉടനെ വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ഗ്രീൻ പീസ് കഴുകിയെടുത്തിട്ടുണ്ട്. കുതിർത്തിയതാണ്. ഒരു 2 ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു 200 ഗ്രാം ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു വലിയ തക്കാളി, ഒരു 6-7 വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, ഇത്രയും ചതച്ചത്, പാകത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒരു 3 വിസിൽ കേൾപ്പിക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. കുക്കർ അടച്ച് ഒരു 3 വിസിൽ കേൾപ്പിക്കാം. പീസ് വെന്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ല കറക്റ്റായിട്ടെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചിടാം. ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് നമുക്കൊരു ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇടണം. കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് വേപ്പിലയും ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളെല്ലാം മൂത്ത മണം വരുമ്പോൾ വേവിച്ച് വെച്ച പീസ് ഇടണം. പൊടികളെല്ലാം നല്ലോണം മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച പീസ് ഇടാം. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കാം. ഒന്ന് തിള വരുമ്പോൾ തന്നെ നമുക്കത് ഓഫ് ചെയ്യാം. കറി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഞാനത് ഓഫ് ചെയ്യാണ്. ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഓഫ് ചെയ്യാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നല്ല ലൈക്കും കമൻറ്റും തന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.